ഹായ്, വെൽക്കം ടു ശ്രീസ്വേലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങള് ഇപ്പോൾ യു എസിലെത്തിയിട്ട് ഇപ്പോൾ 17 ദിവസമായി. നാട്ടിൽ ഒരു മാസത്തെ വെക്കേഷന് പോയതാണ്. അപ്പം നാട്ടിൽ പോയ സമയത്ത് ഞാൻ ഫ്രണ്ട്സായിട്ട് ഞങ്ങളൊരു 10-12 പേര് കൂടിയിട്ട് വാഗമണിലേക്ക് ട്രിപ്പിന് പോയിരുന്നു. പോയത് ഒരു ശനിയാഴ്ചയാണ്. ശനി, ഞായർ, തിങ്കളാഴ്ച തിരിച്ചു വന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ എഡിറ്റിംഗ് ഇത് ഇപ്പോഴാണ് തീർന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് അന്ന് ഞങ്ങൾ നാട്ടിൽ വാഗമണിൽ ടൂറിന് പോയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പം ശരി. ഇന്ന് ഞങ്ങൾ നാട്ടിലിപ്പോൾ എത്തിയിട്ട് 23 ദിവസമായി. അപ്പോൾ ഇനി ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു ടൂർ പോവാണ്. അത് ഇവിടേക്കാണ്, വാഗമണിലേക്ക് 2 ദിവസത്തെ. ഇന്ന് 23-ാം തീയതി ശനിയാഴ്ചയാണ്. ശനി, ഞായർ, തിങ്കളാഴ്ച തിരിച്ചു വരും. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ നാട്ടിലെല്ലാ ഫ്രണ്ട്സുകളും ഉണ്ട്. അങ്ങനെ നമ്മുടെ കണ്ണനും മണിക്കുട്ടിനും എത്തിയിട്ടുണ്ട്. ഇനി പോവില്ല, നമുക്കിനി അനീഷിനെ പിക്ക് ചെയ്യണം, രഞ്ജനെ, രാകേഷിനെ പിക്ക് ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ദേവസിയുടെ അവിടെ നിന്നാണ് നമുക്ക് ട്രാവലറിലെ രഞ്ജനത്തിനെ നമ്മുടെ അടുത്ത ആള് വരുന്നുണ്ട്, ഉണ്ണിക്കുട്ടൻ. ഏമാടാ മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ എത്തിയിരിക്കുന്നു. ഉണ്ണിക്കുട്ടാ കയറി വാടാ. അങ്ങനെ നമ്മുടെ 4ാമത്തെ ആള് സുദേവ്, ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ എത്തിയ ഉണ്ണിക്കുട്ടൻ. അടുത്തതായി ദേവുവിൻ്റെയും ജോന്റെ വീട്ടിലേക്ക് വന്നേക്കണേ. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മിസ്റ്റർ ദേവിന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയത്. ദേവു പിന്നെ തീർച്ചയായിട്ടും യൂട്യൂബിൽ വരും. ഒരു ഹായ്. നമ്മുടെ ജോൺ. അപ്പൊ ഞങ്ങളിപ്പോ എത്ര പേരായി? 1, 2, 3, 4, 6 പേരായി. ഇനിയും ഒരു 6 പേര് കൂടെ അല്ല, 6 പേര് കൂടിയും ഇനി വരാണ്ട്. അപ്പൊ അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്തിട്ടേ 3 പേരെയും കൂടി പിക്കാണ്. നമ്മുടെ രഞ്ജിത്ത്, രാകേഷ്, അനീഷ്. അപ്പോൾ അവര് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അവര് വന്നാൽ ഞങ്ങൾ ടോട്ടല് എത്ര പേരാ അവിടെ? 9 പേരാവും. ജോമോ എന്ന് പറഞ്ഞൊരാളും കൂടി വരാണ്ട്. അപ്പൊ അവനും കൂടി വന്നാൽ 10 പേരാവും. എന്നിട്ട് ഞങ്ങൾ പോണ വഴിക്ക് 3 പോയി 2 പേരും കൂടി കയറാണ്ട്. അപ്പൊ ടോട്ടൽ ഞങ്ങൾ 12 പേരായിട്ടാണ് ട്രിപ്പിന് പോണേ. അങ്ങനെ നമ്മുടെ രഞ്ജുവും രാകേഷും എത്തി. ഇനി നമുക്ക് അനീഷിനെ കൂടിയും പിക്ക് ചെയ്യണ്ട്. നമ്മുടെ അനീഷ് വന്നിരിക്കുന്നു. അനീഷ് കയറുന്നു. അനീഷ് ഹായ് ഹായ് ഹായ്. നമ്മുടെ അനീഷ് ഹലോ ഹായ്. അങ്ങനെ ഞങ്ങള് പോവാനുള്ള ട്രാവലർ വന്നു. ഞങ്ങളുടെ ട്രാവലർ എത്തിയിരിക്കുന്നു. അതെ, നമ്മുടെ ജോമോൻ എത്തിയിരിക്കുന്നു. നമ്മുടെ 10ാമത്തെ ആള് ജോമോൻ. ഇത് നമ്മുടെ പിള്ളേരെല്ലാരും. അപ്പൊ ഞങ്ങള് ഇറങ്ങാണ്. മണിക്കൂടെ കയറാ. എല്ലാരും കേറിയില്ലേ? ഇവിടെ കണ്ണൻ കേറ് ദേവക്ക് എത്തില്ലേ? വണ്ടിയുടെ എല്ലാം എടുത്തില്ല. അതിൻ്റെ ഉള്ളിൽ ഫുഡ് എല്ലാവരും ഇരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. കയറിയിട്ടുള്ളത് രഘുച്ചേട്ടന്റെ കട എന്ന് പറഞ്ഞിട്ടുള്ള കടയിലാണ് കയറിയത്. അടിപൊളിയായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു, നല്ല ഊണ് കഴിച്ചിട്ടുണ്ട്. വരുൺ എത്തിയിരിക്കുന്നു, മഹേഷ് എത്തിയിരിക്കുന്നു. എത്തിയ സ്ഥലം ഒരു നല്ല സ്വിമ്മിംഗ് പൂള്, എല്ലാവരും ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ വീട്. ഈ ഫുള്ള് വീട് ഇന്ന് നമുക്കാണ്. വീട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. രാത്രി എത്തിയോണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ എത്തേണ്ടതായിരുന്നു, ചില കാര്യങ്ങൾ കണ്ട് നമ്മൾ നേരം വൈകി. നമ്മൾ റൂമിലെത്തി. ഇവിടെ ഒരു അടുക്കള പരിപാടികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു റൂം,
ഇവിടെ ഒരു ബാത്റൂം. ആരെങ്കിലും ഉണ്ടോ? ബാത്റൂമിലില്ല. നല്ല ബാത്റൂമുണ്ട്. പിന്നെ നേരെ ഈ വഴി ഇതേ പോയാൽ കോണിപ്പടി വന്നു. അടിപൊളി സ്ഥലമാണ്. അല്ല, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഗെറ്റ് ടുഗദർ പോലെ പരിപാടികളും ഇവിടെ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ഹോള് കളിക്കണമെങ്കിൽ ഇവിടെ ക്യാരം ബോർഡ് കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൈക്കിൻ്റെ എല്ലാ സെറ്റപ്പ് പരിപാടികളും ഉണ്ട് ഇവിടെ. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ നല്ല അടിപൊളി വ്യൂ ആണ്. എഞ്ചിതാ രോമന ഇവിടെ എവിടെ രാകേഷ് ബ്രോ കാണാനില്ല. പിന്നെ ഇവിടെ റൂമുണ്ട്. ഇവിടെ തന്നെ സ്വിച്ച് എവിടെയാണ്? റൂം ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു ബാത്റൂം. ഇവിടുന്നൊക്കെ വ്യൂ ഇങ്ങനെയാണ്. ഇവിടുത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോണത് ഈ റൂമാണ്. അങ്ങനെ 3 റൂമുകളുള്ളത്. 6 പേർക്ക് കിടക്കാനുള്ള രീതിയിൽ ഡബിൾ ബെഡ് ആണുള്ളത്. അതെ, ഡബിൾ ബെഡ്. വരുണ അവിടെ ഫോം വിളിച്ചിരിക്കുകയാണ്. അതേ ഉണ്ണിക്കുട്ടൻ ഇവിടുന്ന് മറ്റേ വ്യൂ അടിപൊളി പരിപാടിയാ. അടിപൊളി വ്യൂ ആണ്. എന്താ അടിപൊളി വ്യൂ ആണ്. ഇവിടുന്ന് നേരെ ഇറങ്ങാണ്. ഇറങ്ങി നമ്മൾ അടിയിക്കണ തിരിച്ചു പോകണം. ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ എക്സ്ട്രാ ബെഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാകെ 12 പേരുണ്ട്. ഇവിടെ സോഫയൊക്കെ ഉള്ളതുകൊണ്ട് സോഫയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ട പരിപാടിയാണ്. ഇങ്ങനെയാണ് നമ്മുടെ വീട്. ഇവിടെയാണ് ഇന്നത്തെ. നാളെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറും. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇവിടെയാണ്. എന്തായാലും കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം. തെറ്റാണ്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഊഞ്ഞാൽ പരിപാടികളൊക്കെ ഉണ്ട്. സെറ്റപ്പാണ്. പിള്ളേർക്ക് കളിക്കാനൊക്കെയുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് അടിപൊളി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോണ വീട്. നമ്മുടെ വീഡിയോയില് അനീഷ് ദേവു വരുൺ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. എന്നെ കാണുന്നില്ല. ലേസർ ഓണാക്കിയിരിക്കുന്നു രാകേഷ്. പിള്ളേരെല്ലാവരും ഉണ്ട്. ഇത് ജോണി, അനീഷ്, എല്ലാവരും സെറ്റ്. കുട്ടപ്പൻ, ദേവു, കണ്ണൻ, രഞ്ജു. നമുക്ക് പറയാളെ ഭക്ഷണം എത്തിയിരിക്കുന്നു. രാവിലെ എണീറ്റിട്ടുള്ള വ്യൂ ആണ്. അടിപൊളി. വാ, ഇന്ന് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. മോർണിംഗ്. ഇന്ന് ഞായറാഴ്ച 24-ാം തീയതിയാണ്.
ഹായ് ജവാൻ, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വൈഡ് അടിച്ച രസമില്ല വൈഡ്. രാഷ് നടക്കാൻ പോവാ. ഇന്നലെ രാത്രി കുളിച്ച നമ്മുടെ സ്വിമ്മിംഗ് പൂള്. ഒരാളുടെ വാച്ചിരിക്കണ്ടല്ലോ അവിടെ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ദേവു. മോർണിംഗ്. ആ ജോണേ, മോർണിംഗ്. അയ്യോ, ഗുഡ് മോർണിംഗ് ജോണേ. ഗുഡ് മോർണിംഗ്. ഈ കസേര സൈഡിൽ മുക്കിലിട്ടുണ്ട്. അപ്പൊ ഇത് കയറി ഇരുന്നിട്ട് നോക്കാം. അമ്മേ, ഇതാണ് മൊത്തം പ്രോപ്പർട്ടി. ഇത് ഞങ്ങൾക്ക് ഇന്നലെ ഈ ബിൽഡിങ് മുഴുവൻ ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയതാണ്. ഫുള്ളായിരുന്നു ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ കിട്ടിയത്. എല്ലാവരും എണീറ്റുണ്ട് രാവിലെ തന്നെ. നമ്മുടെ പിള്ളേരെത്തി. ധ്യാനീഷ്, രാകേഷ്, കണ്ണൻ. കണ്ണാ ചാരണം ചാരണം ചാരണം. ഇവിടെ ഇന്നലെ രാത്രി ക്ലിയർ ആയിരുന്നില്ല. വേറൊരു ഊഞ്ഞാലാടുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പ്. ഇതാണ് എൻ്റെ ബാക്ക് വശം. ഇതിന് ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവര്. എൻ്റെ ബാക്ക് വശമാണിത്. ചായ ഉണ്ടാക്കടാ. നിങ്ങൾ ഇന്നലെ വന്ന വഴിയാണ്. ഈ വഴി കൂടി തന്നെയാണ് ഇന്നലെ വന്നത് ഞങ്ങള്. ഓ, എന്തായിരുന്നു ഉറക്കം? ഇന്നലെ ആക്ച്വലി നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി നേരെ പറ്റില്ല. ഇന്നലെ വാച്ച് നീ അവിടെ വെച്ചിരുന്നല്ലോ, മറന്നിരിക്കണല്ലോ വാച്ച്. വൈഫ് ഗിഫ്റ്റ് തന്ന വാച്ച് നീ മറന്നോ? എന്ത് ശരി. നമ്മുടെ കണ്ണാൻ ഇന്ന് രാവിലത്തെ കോഫി ഉണ്ടാക്കിണ്ട്. എല്ലാവർക്കും ഉള്ളതല്ലേ? ബ്ലാക്ക് കോഫിയാ? ഓക്കെടാ. ആ മണിക്കൂട്ടാ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ് മോർണിംഗ്. ഇനി മുകളിൽ എണീക്കാത്ത പിള്ളേരൊക്കെ എണീപ്പിച്ചു തരാം. ഓയ്, ഇന്നലെ രാത്രി വീട് ക്ലിയർ ആയിരുന്നില്ലല്ലോ. അപ്പൊ ഇത് ആണ് മോർണിംഗ് വ്യൂ. ഇവിടെ ഉണ്ണിട്ടാ എണീക്കടാ. മിനിറ്റ് കുട്ടപ്പാ എനിക്ക് ചായ ഉണ്ടാക്കണ്ട്. ആ വായസ്, ഗുഡ് മോർണിംഗ്. ഞാൻ റൂമിലായിരിക്കില്ല അവിടെ. ഈ റൂമിലായിരിക്കും. ജോനെ വരിക. ആ കമോ. അതാരൊക്കെ എല്ലാവരും ഇടയിലുണ്ട്.
അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ ഫസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് ഇറങ്ങിയിട്ട് അടുത്ത ജീപ്പിൽ കയറിയിട്ട് അടുത്ത ലൊക്കേഷനിൽ ഇപ്പൊ തന്നെ എത്തുന്നതായിരിക്കും. ഞങ്ങൾ അടുത്ത ലൊക്കേഷനിൽ യാത്ര ഈ ജനലിന്റെ വിൻഡോ വ്യൂ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ ഇറങ്ങാൻ പോവാണ്. സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 6 പേര് പോയി. ഞങ്ങള് ബാക്കി പോണുള്ളൂ. ബാക്കി 7 പേര് തുറന്ന് ജീപ്പിന് ആദ്യത്തെ 6 പേര് പോവാൻ നിൽക്കാണ്. ബൈ 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 ബൈ. അങ്ങനെ നമ്മളൊരു സെക്കൻഡ് ഡേ കവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ സ്ഥലം വിട്ടു പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഞങ്ങളുടെ ഒപ്പം മണിക്കുട്ടനുണ്ട്, രാജേഷ് ഉണ്ട്, രഞ്ജു ഉണ്ട്, അനീഷ് ഉണ്ട്, ബാറ്ററിൽ പോയാ ഇല്ല. അതെ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഡേ അത് ഞങ്ങളെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. നമ്മുടെ വണ്ടി തിരിച്ചെത്തി. നമ്മുടെ ട്രാവലറുടെ നമ്മളെല്ലാവരും തിരിച്ചു പോകാൻ നിൽക്കാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. ദേവുണ്ട്, വരുണുണ്ട്, എല്ലാവരും ഉണ്ട്. ധോണി എല്ലാം ശരിയായി. എല്ലാവരും വണ്ടിയിൽ കയറാണ്. സെക്കൻഡ് ഡേ 2 ഡേ 1 കഴിഞ്ഞിരിക്കുകയാണ്. ഡേ 2ലേക്ക് വേണ്ടി നമ്മൾ പോവുകയാണ്. അതെ, ഡേ 2ലേക്ക് വേണ്ടിയിട്ട് ഡേ 2ലേക്കുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ പോവുകയാണ്. കയറൂ, എല്ലാവരും കയറൂ, വണ്ടിയിൽ കയറൂ. സെറ്റ് എല്ലാവരും കയറും. വണ്ടിയിൽ 1 by 1 കയറും. യുവാക്കൾ കയറും. എല്ലാവരും കയറി. എണ്ണ എടുക്കട്ടെ. 12 പേര് എണ്ണിക്കോ. നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ആരാണ്? നമ്മുടെ കുട്ടാണ് ദേവോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് പ്രോപ്പർട്ടിയിലെത്തി. നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി എത്തി. ഇതിന് കഴിഞ്ഞ സ്ഥലവും ഈ സ്ഥലം നമ്മൾ പറയുമ്പോ എങ്ങനെ തോന്നുന്നു? കഴിഞ്ഞ സ്ഥലം ഈ സ്ഥലം വെച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സ്ഥലം നമ്മളൊരു 5 റേറ്റ് കൊടുക്കണമെങ്കിൽ 2 റേറ്റ് കൊടുക്കാൻ പറ്റുമെന്നാണ് കാണാം. പക്ഷെ നല്ല നീലക്കളർ തോന്നുന്നുണ്ട് ആ സ്വിമ്മിംഗ് പൂളിന്. നമുക്ക് രഞ്ജിത്തിന്റെ അടുത്തേക്ക് പോയി നോക്കാം. ദേവ 2 പേര് കിടന്നുറങ്ങി. ബാക്കി രഞ്ജിത്ത് എനർജറ്റിക് ആയി നിൽക്കണ്ടേ. രഞ്ജിത്ത്, ജോണുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടാ. ഇതാണ് പുതിയ സ്വിമ്മിംഗ് പൂള്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടാ. മൂടണമെങ്കിൽ കോട തന്നെ കോട.
Come on! Come on! Come on! നാളോട്